നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനന്തശയനൻ എന്ന് പറയുമ്പോൾ ഹിന്ദു പുരാണങ്ങളിൽ ആദിശേഷൻ എന്ന സർപ്പത്തിന് മുകളിൽ യോഗനിദ്രയിൽ വിശ്രമിക്കുന്ന ദിവ്യമായ ഭാവമുള്ള മഹാവിഷ്ണുവിൻ്റെ രൂപത്തെയാണ് അനന്തശയനം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിഗ്രഹം ഉണ്ടാക്കുന്നത് ഒറ്റക്കല്ലിലാണ്. അതുപോലെ തന്നെ ഇത് മെയിൻ പ്രതിഷ്ഠയ്ക്ക് വേണ്ടിയിട്ടല്ല ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മുടെ അമ്പലത്തിൽ ഭിത്തിയിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു അനന്തശയനൻ്റെ വിഗ്രഹം ഉണ്ടാക്കുന്നത്. ഭിത്തി നമ്മൾ തുറന്ന് അതിലേക്കിത് ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ ഒരു അനന്തശയൻ്റെ ഫോട്ടോസ് വിഗ്രഹമൊക്കെ കാണുമ്പോൾ നമുക്ക് കാണാവുന്നതാണ് അല്ലേ. നമ്മുടെ അനന്തശയനൻ്റെ രണ്ട് സൈഡിലായിട്ട് രണ്ട് മുനിമാരിരിക്കുന്നത് നമുക്ക് കാണാവും അല്ലേ. അതുപോലെ മഹാവിഷ്ണുവിൻ്റെ കാൽഭാഗത്തായിട്ട് ഗരുഡനെയും കാണാം. അതുപോലെ തന്നെ താമരയിലിരിക്കുന്ന ബ്രഹ്മാവും, നടുവിലായിട്ട് മഹാവിഷ്ണുവിന് രണ്ട് സൈഡിലും ലക്ഷ്മി ദേവിയെയും കൊത്തിവെച്ചിട്ടുണ്ട് കേട്ടോ. മഹാവിഷ്ണുവിൻ്റെ കൈ ശിവലിംഗത്തിന് മുകളിൽ സ്പർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വർക്ക് ഒരുപാട് ദിവസത്തെ എഫേർട്ടാണ് കേട്ടോ. അതുപോലെ ഒറ്റക്കല്ലിലാണ്. നമുക്കറിയാമല്ലോ, ഏതൊരു ആർട്ടാണെങ്കിലും അത് നമ്മൾ മനസ്സിൽ കണ്ട രൂപത്തിലാവണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട് കേട്ടോ. കാരണം ഞാൻ കാണുന്നതാണ്, അറിയുന്നതാണ്. നമ്മൾ ഒരു വർക്ക് അവരെ ഏൽപ്പിക്കുന്ന വർക്ക് ആ ഒരു രീതിയിലേക്ക് ആവണമെങ്കിൽ അത് അത്രയും പെർഫെക്ഷനോട് കൂടി ആക്കിയെടുക്കണമെങ്കിൽ അവരത്രയും എന്താ പറയുക, ഊണും ഉറക്കവും ഇല്ലാണ്ട് കഷ്ടപ്പെടുന്നത് കൊണ്ടാണ് നമുക്ക് ആ ഒരു വർക്ക് സക്സസ്ഫുൾ ആവുന്നത് കേട്ടോ. അത് എല്ലാ ആർട്ടിസ്റ്റുകളാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർ സക്സസ്ഫുള്ളായി എന്നുണ്ടെങ്കിൽ ആ ഒരു മനസ്സിൽ കണ്ട രൂപത്തിൽ ആ ഒരു വിഗ്രഹം അത്രയും പെർഫെക്ഷനോട് കൂടി വരുമ്പോഴാണ് കേട്ടോ. പിന്നെ ഈ ഒരു വർക്കിൻ്റെ നീളം എന്ന് പറയുന്നത് 130 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ നീളം വന്നിട്ടുള്ളത്. അതുപോലെ ഉയരം വന്നിട്ടുള്ളത് 80 സെൻറ്റിമീറ്റർ ആണ് ഉയരം വന്നിട്ടുള്ളത്. തിക്നെസ്, ഈ ഒരു വർക്കിൻ്റെ തിക്നെസ് വന്നിട്ടുള്ളത് 36 സെൻറ്റിമീറ്റർ ആണ്. വർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കൂ. അതുപോലെ ചാനലൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്കും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഓൾ എന്നുള്ള ഓപ്ഷൻ അമർത്തിയാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസൊക്കെ എല്ലാവർക്കും കാണുള്ളൂ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.